നിങ്ങൾ കണ്ടല്ലോ ഓപ്പോസിറ്റ് വണ്ടി വരണം. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? വണ്ടി ഇടിച്ച് കയറ്റിയതും പോരാഞ്ഞിട്ട് നിർത്താണ്ട് റിവേഴ്സ് എടുത്ത് പോകണം. എന്ത് മര്യാദയാണിത്? നീ റോഡിൽ നോക്കി തന്നെയാണോ വണ്ടി ഓടിച്ചേ? ചേട്ടന്മാരെ പ്ലീസ്, പറ്റിപ്പോയി. ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ചെയ്യണ്ട. ചേട്ടാ പൊട്ടിച്ചാടാ. ഫ്ലെക്സ് ഇടിച്ചിട്ടാണോ നിങ്ങൾ സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്? ഓഹോ, വണ്ടി അടിച്ച് കയറ്റിയ പിന്നെ മറ്റടുത്ത് വർത്താനം പറഞ്ഞോടാ. മേത്തോടരുത് പറഞ്ഞേക്കാം. മേത്ത് തൊട്ട നീ എന്ത് ചെയ്യടാ? ഇല്ല കേസാക്കണത്. നമ്മുടെ ഒരു പ്രവർത്തന മൂത്ത് 4 സ്റ്റിച്ച് ഉണ്ട് അവൻ്റെ അടി കൊണ്ടിട്ട്. കേസാക്കാതിരിക്കാൻ പറ്റില്ലാന്ന്. അത് നമ്മുടെ ഒരു പ്രസ്റ്റീജ് വിഷയമാണ്. ഓക്കെ, അത് ഞാൻ വിളിക്കാം. കാളയിന്ന് നല്ല ഫോമിലാ. ഒരു പേരും ഡീറ്റെയിൽസ് എഴുതി വാങ്ങി. എഴുതി മേടിച്ചിട്ടുണ്ട് സാർ. അത് ഡീൽ ചെയ്യില്ലേ? അത് ഞാനേറ്റ്, നീ വിട്ടോ. ഓക്കെ ശരി. എടാ ചേക്കാ, നിനക്ക് എന്തിന്റെ സൂക്കേടാ? കണ്ട നാട്ടുകാരെ മക്കിട്ട് കയറാൻ. എടാ നിന്നെ അവിടെ അടിച്ചിട്ടേ ഈ പെണ്ണെ അവർ കൊണ്ടുപോയിട്ട് വല്ലതും ചെയ്തിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യായിരുന്നടാ? സാറേ, അറിയാതെ പറ്റിപ്പോയതാ. ഓപ്പോസിറ്റ് വണ്ടി വന്നപ്പോൾ സൈഡ് കൊടുത്താ. നീ ഹോസ്പിറ്റലാണടാ, നിനക്ക് എന്താ തിരക്ക്? ഹലോ ഷിഫ, പിന്നെ ചെക്ക് ചെയ്തേ. ഓരോരോ മാരണങ്ങൾ. എണീരടാ, നീ എവിടെ ഇരി. എന്തോടാ ഇത്? പൈസയൊക്കെ ഒരുപാടുണ്ടല്ലോടാ. എന്തോടാ അതിനകത്ത്? എന്തോടാ ഇത്? സർ, സാറേ, പണിയാണ് സാറേ. എന്താടാ ഇത്? അറിയാതെ വാളറ്റിൽ ഉണ്ടായിരുന്നാ സർ. നിനക്കെല്ലാം അറിയാതെയാണല്ലോ. മാറിക്കടാ സർ, പ്ലീസ് പ്രശ്നമാക്കരുത്. കുര്യാക്കോസേ, ഈ കഞ്ചാവ് കേസ് കൂടി എഫ്ഐആറിൽ ചേർത്തോ? നാടാ, അറ്റ്ലീസ്റ്റ് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും നീ ആലോചിക്കണമായിരുന്നു. ശില്പ, ഞാൻ എപ്പോഴാണ് വെച്ചൊന്നും പോലും എനിക്ക് ഓർമ്മയില്ല. ശില്പ, എടുക്കാൻ വിട്ടുപോയതാ. എന്തായാലും നീ പെടാനുള്ള പെട്ട്. SI ഇപ്പം വരും. അങ്ങനെ ചെറിയ കൈമണിയുടെ ഒക്കെ ആളാ. അങ്ങനെയൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തിട്ട് നീ ഇവിടെയും കൊണ്ട് ഇവിടെ നിന്ന് ഊരി പോകാൻ നോക്കും. ഒരു 500 രൂപ എടുക്ക്. എന്താണോ കേസ്? സാർ, ഇവരാ പാർട്ടിക്കാരുടെ പ്രശ്നം ഉണ്ടാക്കിയത്.
കുര്യാക്കോസ് ചാർജ് ഷീറ്റിംഗ് കൊണ്ടുവാ. ബഷീറേ, സാർ അവരെങ്കിലും വിളി. ശരി സാർ. സാറേ നെറ്റിയിൽ എന്നെ പറ്റിയതാ. ഓ, അതൊന്ന് വീണ തരവണി. ഡാ സാർ വിളിക്കണേ. വാ വാടാ. സർ, രാഹുൽ രാജശേഖരൻ, ശില്പ കുര്യൻ ലിവിങ് ടുഗദർ അല്ലേ? ഇങ്ങോട്ട് മാറി നിൽക്കി. ഈ ലിവിങ് ടുഗദർ ഒരു നല്ല പരിപാടിയാണ്. അത് നിങ്ങളെപ്പോലുള്ള ന്യൂജം പിള്ളേർ ചെയ്താൽ ഓക്കെ. നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റപ്പ്, വ്യഭിചാരം, ചിഹ്ന വീട് അല്ലേ? സർ, വി ആർ നോട്ട് ഹാവിങ് എ ഫേക്ക് റിലേഷൻഷിപ്പ് ആസ് യു തിങ്കിങ്. ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടാ. ഓ, എന്നിട്ട് രണ്ടുപേരും പരസ്പരം എത്രത്തോളം മനസ്സിലാക്കി? വി ഗോണ ഗെറ്റ് മാരിഡ് സൂൺ. ഈ സൂൺ എന്ന് പറയുമ്പോൾ എന്നാ, നാളെയോ അതോ മറ്റന്നാളോ? രാഹുൽ നെക്സ്റ്റ് വീക്ക് US പോവാ. അതിനു മുമ്പ് ഞങ്ങൾ വിവാഹമുണ്ട്. നെക്സ്റ്റ് വീക്ക് US വിവാഹം നടന്നത് തന്നെ. ഡാ, നീ ഒരു പൂഞ്ഞാറ്റിലോട്ടും പോകത്തില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ സെൻട്രൽ ജയിലിലേക്കായിരിക്കും പോകുന്നത്. അറ്റംപ്റ്റ് ടു മർഡർ, പൊസഷൻ ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ്, മിനിമം 10 കൊല്ലം കിടക്കണം അകത്ത്. സർ, ഐ ആം സോറി. ഐ ഡോണ്ട് മീൻ ടു. ഞാൻ അറിയാതെ. ഒരുത്തരെ ചവിട്ടി കൊക്കലറിയുന്നാണോടാ നീ അറിയാതെ ഉണ്ടാക്കിയതാന്ന് പറയുന്നത്? I beg you, sir. Please forgive us. Please, sir. Just let me know what needs to be done. Cash ആയിട്ട് എത്രയെന്ന് നീ എനിക്ക് വലയിടുന്നാണോ? ബഷീറേ, ഇവനകത്തോടെ മോളോടെ നിൽക്കി. കാളെ സാർ ചൂടാക്കാനൊന്നും ഇല്ലടോ. ചാരയുണ്ട്. എടുത്തിട്ട് വാ. മോള് തന്നെ പറയട്ടെ. സാർ ഇതെന്താണോ, മരപ്പെട്ടിയോ അതോ പാമ്പോ? അതൊന്നുമില്ല സാറേ, പെരിച്ചാഴിയ. ആ, അടിപൊളി. വേണോ? ശില്പ, അവിടെ അവിടെ ശില്പ. സാറിന്റെ പെരിച്ചാഴി തിരിഞ്ഞോ? ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. എൻ്റെ ഉണ്ട് ഒരു പെരിച്ചാഴി. ബഷീറേ, എന്താ സാർ? കൊച്ചു വാള് വെച്ചോടൂ. അകത്തുണ്ട് സാറേ, നോക്കിയില്ല. നിങ്ങൾ എന്താ സാർ അവളെ ചെയ്ത? I swear to God. ബഷീറേ, റീന ക്വാർട്ടേഴ്സിലോട്ട് വിളിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ശരി സാർ. നീ എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഞാൻ തിരിച്ചൊന്നും പറയാത്ത എന്താണെന്നറിയോ?
കൊടുത്തിട്ടാ. സർ, സർ രക്ഷിക്കണം സർ. ഈ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നശിച്ചു. ഞാൻ സാറിൻ്റെ കാല് പിടിക്കാൻ സഹായിക്കണം. ഞാൻ സഹായിക്കാം. പക്ഷെ നീ എനിക്ക് പകരം എന്ത് തരും? എന്തു വേണമെങ്കിലും തരാം സർ. ഓ, എന്തു വേണമെങ്കിലും തരുമോ? തരാം സർ. വാ, ഈ ഒരു രാത്രി, ഈ ഒരൊറ്റ രാത്രി നിന്റെ ശില്പം എനിക്ക് തരും. സർ, സർ എന്ത് ഈ ചൂടാവല്ലേ? സമ്മതിച്ച നിന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ലാതെ ഞാൻ ഇവിടുന്ന് വിടാം. സർ, ഈ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടിയാ സാറാണ്. സർ എന്ത് വേണമെങ്കിലും. എടാ, അതിന് നീ ഇപ്പോൾ അവളെ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ മോനെ. കാമുകയുടെ ചാരിത്രവും പരിശുദ്ധിയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന നീ കൊടുക്കും. അവള് പെണ്ണ പുല്ലുപോലെ രക്ഷ. പക്ഷെ നിന്റെ ഗതി അതല്ല. എന്നെ കൊല്ലാൻ നോക്കിയതും പിന്നെ ഈ കഞ്ചാവ് കേസ് അകത്തായ പിന്നെ അമേരിക്കയിലെന്നല്ല നീ എങ്ങും പോവില്ല. സർ പ്ലീസ് സർ. സർ നീ ആലോചിക്കേ, നന്നായിട്ട് ആലോചിക്കുക. സാറിപ്പോൾ പോവും. അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ച ദൈവം തമ്മിനെ എതിർത്താലും അത് നടത്തിയിരിക്കും. നീ ഇപ്പോൾ ഓക്കെ പറഞ്ഞ നിനക്ക് ഓക്കും നാളെ ഇവിടുന്ന് ഒരു പ്രശ്നമില്ലാതെ പോകാം. സർ ഞാൻ എങ്ങനെയാ സർ സമ്മതിക്കുക? നീ അങ്ങനെ സമ്മതിച്ചേക്ക്. വാ വാടാ, നിനക്ക് യൂസിലൊക്കെ പോകണ്ടേ? എന്തായാലും അവൻ ഓക്കെ സാറേ. ഗുഡ് ബോയ്. എന്നാ വാമളെ, നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. വാ. വാടി. ചെല്ല് ഇങ്ങോട്ട് ചെല്ല് ശില്പ.
സർ ശില്പ എവിടെ? അപ്പൊ എന്ത് ചെയ്യും സാറേ? സർ ശില്പ എവിടെ സർ? പറയാടാ. വാ വാ. സർ സർ കയറ്. വാ ഇറങ്ങ്. എന്താ സർ ഇവിടെ? അവൾക്ക് എന്താ പറ്റിയത്? നീ വാ. സാറേ സാറേ എന്തിനാ സാർ അത് നമ്മളിവിടെ വന്നേക്കണേ? ഇന്നലെ രാത്രി അവളൊന്നിനും സമ്മതിച്ചില്ലടാ. അവസാനം നീയും കൂടെ അറിഞ്ഞിട്ടാണ് ഇതെല്ലാം അവളോട് പറയേണ്ട വന്നു. അപ്പോൾ അവള് വയലൻ്റായി. സാർ എന്നിട്ട് അവളെവിടെ? എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി ഇത് പുറത്താരും അറിയാൻ നോക്കണം. അത് ഞാൻ നോക്കിക്കോളാം. ഒച്ച വച്ച കൊന്നുകളെന്റെ മോനെ. അവള് ചത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നീയും കൂടിയാ. കേട്ടോടാ. ഇതിപ്പോ അറിയാവുന്നത് നമുക്ക് രണ്ടുപേർക്ക് മാത്രം. എന്റെ കാര്യം സേഫാക്കാൻ എനിക്കറിയാം. ഇതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കും. എനിക്ക് രക്ഷപ്പെടണ്ട സാർ. ഞാൻ കാരണമല്ലേ അവള്. കുറ്റബോധമൊക്കെ നല്ലതാ. പക്ഷെ അകത്ത് പോയി കിടക്കുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല. നിനക്ക് യൂസിന് പോകാൻ വിസയൊക്കെ റെഡി ആയിരിക്കല്ലേ? ആലോചിക്ക്. സർ സർ എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം സർ. എനിക്ക് പോണം സർ. പറയണ പോലെ ഞാൻ എന്തും ചെയ്യാം സർ. എന്നാ ബോഡി നശിപ്പിക്കുന്നതിന് മുമ്പ് നീ അവിടെ നിന്ന് കണ്ടോ? വേണ്ട സർ, എനിക്ക് കണ്ട. കുറെ നാളെ കെട്ടിപ്പിടിച്ച് കൂടെ കിടന്നാലടാ. വെറുതെ ഒന്ന് പോയി കണ്ടോ. സർ സർ അത് അവളല്ല സർ. സർ അതിന്റെ ശില്പയല്ല. അതേടാ, അതവളല്ല. എന്താ നിനക്ക് നിരാശയുണ്ടോ അതില്? ശില്പ, എന്താ പേടിയുണ്ടോ? സർ
കാല് പിടിക്കാം. എന്നെ എന്റെ രാഹുലിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. നിന്റെ രാഹുൽ അവനിപ്പം നിന്നെ എൻ്റെ കൂടെ പറഞ്ഞു വിട്ട എന്തിനാണെന്നറിയോ? ഈ ഒരു രാത്രി നിന്നെ എനിക്ക് തന്ന ഈ കേസിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അതിന് No. Never. എന്റെ രാഹുൽ അങ്ങനെ ചെയ്യില്ല. നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതൊക്കെ നല്ലതാ. പക്ഷെ അതേ ആത്മാർത്ഥത ആ ആൾക്ക് ഇങ്ങോട്ടും ഉണ്ടാവണം. നിന്റെ രാഹുൽ ഇന്നലെ എന്നെ ചവിട്ടി വീഴ്ത്തിയ സ്ഥലമില്ലേ, അതെൻ്റെ സ്റ്റേഷൻ ഏരിയ. 2 ദിവസം മുമ്പ് നിന്നെപ്പോലൊരു പെങ്കൊച്ചിനെ കൊണ്ട് ഒരുത്തനവിടെ കറങ്ങാൻ വന്നു. പിറ്റേ ദിവസം രാവിലെ കണ്ടത് ആ കൊച്ചിൻ്റെ ഡെഡ് ബോഡിയാണ്. അവനും അവൻ്റെ കൂട്ടുകാരും കൂടി ആ കൊച്ചിനെ, നിന്നെപ്പോലെ തന്നെ ആ പെങ്കൊച്ച് ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടാവും അവനെ, അല്ലേ? ഇവിടെ അടിവാരത്തില് ഭർത്താവ് മരിച്ചൊരു പാവ സ്ത്രീയുണ്ട്. ജീവിക്കാൻ വേണ്ടി അവർ ഈ കാടും മലയൊക്കെ കയറാൻ പോകുമ്പോൾ 4 വയസ്സുള്ള അവരുടെ പെങ്കൊച്ചിനെ ഏൽപ്പിക്കുന്നത് ഭർത്താവിൻ്റെ അച്ഛൻ്റെ കയ്യിലാണ്. ഒരു ദിവസം അവർ വന്നപ്പോൾ കണ്ടത് ആ കുഞ്ഞിൻ്റെ ശവ. 70 വയസ്സുള്ള കിളവം കാമം തീർത്തത് ആ പിഞ്ചു കുഞ്ഞിനോട്. ആ കഴിവയ സ്റ്റേഷനിലിട്ട് ചവിട്ടി കൂട്ടുന്നു. നരകത്തിന്റെ അങ്ങേയറ്റം കാണിച്ചിട്ടേ ഞാൻ അവനെ നിയമത്തിനും കോടതിക്കൊക്കെ കൊടുക്കും. സാർ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല എന്റെ രാഹുൽ. അവനൊരു പാവ. നിനക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ ക്വാർട്ടേഴ്സിലേക്കാണ്. പേടിക്കണ്ട, അവിടെ എൻ്റെ ഭാര്യയും മോളും ഒക്കെ ഉണ്ട്. നാളെ നേരം വെളുക്കുമ്പോൾ നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം എൻ്റെ രാഹുല് ശരിക്കും ആരാണ്. ശില്പ, ഇന്നത്തെ സിറ്റുവേഷൻ നിനക്കറിയാലോ. ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് എന്നെ. എന്ത് സിറ്റുവേഷനാടാ? ഈ കൊച്ചിനെ സ്ഥാനത്ത് നിന്റെ അമ്മയോ പെങ്ങളോ ആയിരുന്നെങ്കിൽ നീ ഇങ്ങനെ കൂട്ടിക്കൊടുക്കോ? സിറ്റുവേഷൻ എനിക്ക് നിങ്ങളുടെ ലൈഫിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇവളുടെ അത്ര ഇല്ലെങ്കിലും എനിക്കുണ്ട് വളർന്നു വരുന്നൊരു മോള്. ശില്പ, നിനക്കിനി ഇവൻ്റെ കൂടെ പോകാനാണ് താല്പര്യമെങ്കിൽ പോവാ. ഞാൻ ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ശില്പ, let's forget about all this. നമുക്ക് ഇവിടുന്ന് പോവാം. We must move on. Silpa. Silpa. Listen. Silpa. ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിൽ എന്ത് സംഭവിച്ചിരുന്നാൽ പോലും നമ്മുടെ റിലേഷൻ ഒരു രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല ശില്പ. Let's get married like we planned. I love you, Silpa. I won't trust you anymore. Please leave me.